Hello guys, welcome back to another episode of Sajil's Tech Center. എൻ്റെ പേര് സജിൽ ലത്തീഫ്. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്, അതായത് ഒരു ഗിവ് അവേ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും യൂട്യൂബേഴ്സ് എല്ലാവരും ഗിവ് അവേ വീഡിയോസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരുപാട് പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് അവരുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്നു. അതുപോലെ ഒരു ഗിവ് അവേ വീഡിയോ ആണ് ഇത്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഡിജിറ്റൽ പ്രോഡക്ട്സ് ആണ് കൂടുതലും ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. പക്ഷേ ഏകദേശം ഒരു 5000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കഴിയുമ്പോൾ തന്നെ ഞാൻ ഫിസിക്കൽ പ്രോഡക്റ്റ് ഗിവ് അവേ കൊടുക്കാനായിട്ടുള്ള ഒരു ഐഡിയ ഇട്ടിട്ടുണ്ട്. അതായത് സ്മാർട്ട് വാച്ചസ്, അതുപോലെ തന്നെ ക്യാമറാസ്, ഇയർഫോൺസ്, മൊബൈൽ ഫോൺസ് മുതലായ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എല്ലാം ഞാൻ ഗിവ് അവേ ആയിട്ട് കൊടുക്കാൻ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. അത് ഏകദേശം 5000 സബ്സ്ക്രൈബേഴ്സ് കടന്നാൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അതിനു മുമ്പ് ഞാൻ ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നത് ഡിജിറ്റൽ പ്രോഡക്ട്സ് ആണ്. അതായത് ടെംപ്ലേറ്റ്സ്, ലോഗോസ്, നിങ്ങൾക്ക് റീയൂസ് ചെയ്യാൻ പറ്റിയ ലോഗോ, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ വർക്കിംഗ് ഫയൽസ് എല്ലാമാണ് ഞാൻ ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. സോ ഇന്നത്തെ ഈ സ്പെഷ്യൽ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത് 300 ലോഗോ ടെംപ്ലേറ്റ്സ് ആണ്. ഈ ലോഗോ ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് പല ഫ്രീലാൻസിങ് വെബ്സൈറ്റുകളിൽ ജോബ് ചെയ്യാൻ സാധിക്കും. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള പേഴ്സണൽ യൂസിന് ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുമല്ലെങ്കിൽ ഫോട്ടോഷോപ്പിലിട്ട് വർക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഈ ലോഗോസ് യൂസ് ചെയ്യാൻ പറ്റും. സോ ആ ലോഗോ എങ്ങനെ ഫോട്ടോഷോപ്പിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചെറിയ ട്യൂട്ടോറിയൽ കൂടി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് 300 ലോഗോ ടെംപ്ലേറ്റ്സ് ആണ്. ഈ ലോഗോ ടെംപ്ലേറ്റ്സ് എല്ലാം ഓരോ കാറ്റഗറീസ് ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട്. അതായത് ആനിമൽസ്, ആർക്കിടെക്ചർ, ബ്ലോഗിംഗ്, ബിസിനസ്, ഓരോ കാറ്റഗറീസ് ഓരോ സെക്ഷനായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, ഫോട്ടോഷോപ്പിൽ വരിക, ഫയലിൽ ഓപ്പൺ, എന്നിട്ട് ഈ കാറ്റഗറിയിൽ നിന്ന് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു ലോഗോയാണ് എടുക്കാൻ പോകുന്നത്. അതിൽ ഓരോ പ്രോജക്ട്സ് ആയിട്ട് ഇങ്ങനെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്തെടുക്കുക. അതിൻ്റെ PSD ഫയൽ ഇതിലുണ്ട്. അതായത് ടെക്സ്റ്റും ഇമേജസ് എല്ലാം വേർതിരിച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയ PSD ഫയൽസ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇതിലൊരു ഫോണ്ട് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. ഇതിലെ എല്ലാ ഫോണ്ടും നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. കാരണം ഈ ലോഗോസിൽ യൂസ് ചെയ്തേക്കുന്ന എല്ലാ ഫോണ്ടും ഇതിലുണ്ട്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ആവും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഫോട്ടോഷോപ്പിൽ വന്നിട്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് T എടുത്തിട്ട് ഇത് സെലക്ട് ചെയ്യുക, കമ്പനി നെയിം അടിച്ചു കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഈ ഒരു ഐക്കൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ ലെയേഴ്സ് ആയിട്ടാണ്. ഇതിൽ നിങ്ങൾ ഹൈഡും അൺഹൈഡും ചെയ്യുന്നതനുസരിച്ച് ഈ ഡിസൈൻസ് ചേഞ്ച് വരും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ലെയർ വേണമെങ്കിൽ കളർ ചേഞ്ചോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിൽ വളരെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റിയ PSD ഫയൽസാണ് എല്ലാ ഫയൽസും. സോ ടെക്സ്റ്റ് ഒരു ഫയൽ നമുക്ക് എടുത്തു നോക്കാം. ഓക്കെ, ഇതും ഒരു റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ലോഗോയാണ്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് തരുന്ന ക്ലയൻറ്റിൻ്റെ കമ്പനി നെയിം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പേഴ്സണൽ യൂസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങളുടെ ആ കമ്പനി നെയിം ഇവിടെ ജസ്റ്റ് എഡിറ്റ് ചെയ്യുക. T എടുത്തിട്ട് ഈ ഐക്കൺസ് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഐക്കൺ സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ക്ലയൻറ്റിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ ബേസ് ചെയ്തിട്ട് ഒരു പ്രോജക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതുപോലെ തന്നെ T എടുക്കുക, ഇവിടെ സെലക്ട് ചെയ്യുക, നിങ്ങളുടെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഐക്കൺ ഇവിടെ നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ഡിസൈൻസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. സോ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കിപ്പോൾ പേഴ്സണൽ യൂസിനോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഫോട്ടോഷോപ്പിൽ ലോഗോ ക്രിയേഷൻ ചെയ്ത് പഠിച്ചു നോക്കാൻ വേണ്ടിയിട്ടും ഈ 300 ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് കാറ്റഗറീസിലുണ്ട് ഈ ടെംപ്ലേറ്റ്സ്. ഈ ടെംപ്ലേറ്റ് ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സിംപ്ലി ഡൗൺലോഡ് ചെയ്തെടുക്കാം. സോ എല്ലാവരും ഈ ടെംപ്ലേറ്റ് ചെയ്ത് നോക്കുക. ഫോട്ടോഷോപ്പ് ഒന്ന് പഠിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ടെംപ്ലേറ്റ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. സോ ഇതിലൊന്ന് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ലോഗോ ക്രിയേഷൻ വളരെ സിമ്പിളായിട്ട് തോന്നും. അതുപോലെ തന്നെ മറ്റുള്ള ഫ്രീലാൻസിങ് ജോബ് വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും സാധിക്കും ഈ 300 ടെംപ്ലേറ്റ്സ് കൊണ്ട് തന്നെ. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഫോട്ടോഷോപ്പിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്.
ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ബെൽ ഐക്കൺ ആക്ടിവേറ്റ് ചെയ്യുക.